ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നഴ്സസ് ലൂപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആന്റി ആൻജൈന മെഡിസിനായ നൈട്രോഗ്ലിസറിൻ ആണ്. എന്താണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, സൈഡ് ഇഫക്ട്സ് ആൻഡ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ എന്ന് ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. നൈട്രോഗ്ലിസറിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. ഇതൊരു ആന്റി ആൻജൈന ഡ്രഗ് ആണ്. ആൻജൈന അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുമ്പോൾ പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് നൈട്രോഗ്ലിസറിൻ. ഡയലേറ്റ് പെരിഫറൽ വാസ്കുലർ സ്മൂത്ത് മസിൽസ്, മെയിൻലി സ്മോൾ വെസൽസ്. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് നൈട്രോഗ്ലിസറിൻ. ഡിക്രീസസ് കാർഡിയാക് പ്രീലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ്. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യിപ്പിക്കുന്നു, അതുമൂലം ഹാർട്ടിന്റെ പ്രീലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ് ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് പ്രീലോഡ് ആഫ്റ്റർ ലോഡും കുറയുന്നത് മൂലം മയോകാർഡിയത്തിന്റെ ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നു, ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറയുന്നു, അതുപോലെ മയോകാർഡിയത്തിന്റെ ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നു. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. നെക്സ്റ്റ് എന്തൊക്കെയാണ് നൈട്രോഗ്ലിസറിന്റെ സൈഡ് എഫക്ട്സ് നോക്കാം. നൈട്രോഗ്ലിസറിൻ ഒരു വാസോ ഡയലേറ്റർ ആണ്. അത് സെറിബ്രൽ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യിപ്പിക്കുന്ന മൂലം ഹെഡേക്ക് ഉണ്ടാവുന്നു, അതുപോലെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നത് മൂലം ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ആവുന്നു, ഡിസ്നെസ്സിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നു, ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നു, ബ്രെഡിക്കാർഡിയ ഉണ്ടാക്കുന്നത് പോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഇത് സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്, ബവൽ മൂവ്മെന്റ് കുറയ്ക്കുന്നു, അത് കോൺസ്റ്റിപ്പേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് വൺ സബ്ലിംഗ്വൽ ടാബ്ലറ്റ്. സബ്ലിംഗ്വൽ ടാബ്ലറ്റ് ആണ് പേഷ്യന്റ് എടുക്കുന്നെങ്കിൽ, അതായത് അണ്ടർ ദ സബ്ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ടങ്ങിന്റെ അടിയിൽ വെക്കുന്ന ടാബ്ലറ്റുകളാണെങ്കിൽ മാക്സിമം 3 ഡോസസ് ഇൻ 50 മിനിറ്റ്സ്, 1 ടാബ്ലറ്റ് എവറി 5 മിനിറ്റ്സ്. ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ടാബ്ലറ്റ് എടുക്കുന്നത്. അങ്ങനെ 3 ടാബ്ലറ്റ് എടുക്കാൻ പാടുള്ളൂ, മാക്സിമം 3 എടുക്കാൻ പാടുള്ളൂ. അതായത് 50 മിനിറ്റ്സിലാണ് മാക്സിമം 3 എടുക്കേണ്ടത്. If pain persists after 3 doses, suspect acute MI. 3 ഡോസസ് എടുത്തിട്ടും പെയിൻ മാറിയില്ല, ആൻജൈനയുള്ള പേഷ്യൻസ് ആണ്, അവർക്ക് പെയിൻ വന്നു, പെട്ടെന്ന് പെയിൻ വന്നപ്പോൾ 3 ഡോസസ് അവർ എടുത്തു, 50 മിനിറ്റ്സിൽ 3 ഡോസസ് എടുത്തു, എന്നിട്ടും പെയിൻ മാറില്ല, സ്റ്റിൽ പെയിൻ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്യൂട്ട് MI ആണ്. Can take before exercise to prevent angina. ആൻജൈന അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സസൈസിന് മുമ്പ് പേഷ്യന്റിനോട് ഒരു ടാബ്ലറ്റ് എടുക്കാൻ പറയും. ഇതുപോലെ നമുക്ക് ആ ചെസ്റ്റ് പെയിൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓയിന്റ്മെന്റ്. അപ്ലൈ ടു ഹെയർലെസ് ഓർ ഷേവ്ഡ് ഏരിയ ഫോർ ബെറ്റർ അബ്സോർപ്ഷൻ. ഓയിന്റ്മെന്റ് യൂസ് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഹെയർലെസ് അല്ലെങ്കിൽ ഷേവ്ഡ് ഏരിയയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് അബ്സോർപ്ഷൻ കൂട്ടുന്നു. അതുപോലെ വെയർ ഗ്ലൗസസ് വെൻ അപ്ലൈ. ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നേഴ്സ് അല്ലെങ്കിൽ പേഷ്യന്റ് ഉറപ്പായാലും ഗ്ലൗസ് വീർ ചെയ്തിട്ട് മാത്രമാണ് ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പാച്ച്. റിമൂവ് ബിഫോർ ഡിഫിബ്രിലേഷൻ. പേഷ്യന്റ് സപ്പോസ് ഡിഫിബ്രിലേഷൻ ആവശ്യമുണ്ടെങ്കിൽ നൈട്രോഗ്ലിസറിൻ പാച്ച് റിമൂവ് ചെയ്തിട്ട് ഡിഫിബ്രിലേഷൻ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ അപ്ലൈ ഇൻ മോർണിംഗ് ആൻഡ് റിമൂവ് ഇൻ ഈവനിങ്. അപ്ലൈ മോർണിംഗിൽ പാച്ച് ഒട്ടിച്ചതിന് ശേഷം ഈവനിങ് ആകുമ്പോൾ റിമൂവ് ചെയ്യുക. 12 മണിക്കൂർ മാത്രമേ പാച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ യൂസ് ചെയ്യുന്നത് മൂലം ടു പ്രിവെന്റ് ടോളറൻസ്, നൈട്രോഗ്ലിസറിന്റെ ടോളറൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 12 മണിക്കൂർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് റിമൂവ് ചെയ്തിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് ഒട്ടിക്കാവുള്ളൂ. അങ്ങനെ ടോട്ടൽ 24 മണിക്കൂറിൽ ഒരു ടൈം, അതായത് 12 മണിക്കൂർ മാത്രമാണ് ഒരു പാച്ച് യൂസ് ചെയ്യേണ്ടത്. IV നൈട്രോഗ്ലിസറിൻ. IV നൈട്രോഗ്ലിസറിൻ ആണെങ്കിൽ ഡയലൂട്ട് ഇൻ 5% ഓഫ് ഡെസ്ട്രോസ് ഓർ 0.9% ഓഫ് സോഡിയം ക്ലോറൈഡ്. റിക്വയർസ് കണ്ടിന്യൂസ് ഹീമോഡൈനാമിക് മോണിറ്ററിങ്. കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യണം. പേഷ്യന്റിന് BP കുറയാനും ഹാർട്ട് റേറ്റ് കുറയാനും ചാൻസ് ഉണ്ട്. യൂസ് നോൺ PVC ട്യൂബിംഗ് ഫോർ അഡ്മിനിസ്ട്രേഷൻ. IV ആണെങ്കിൽ നമ്മൾ നോൺ PVC ട്യൂബിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡിസ്ചാർജ് ടീച്ചിങ്. റൈസ് സ്ലോലി, പ്രിവെന്റ് ഡിസ്നസ്. പേഷ്യന്റിനോട് പറയുക, പേഷ്യന്റ് എവിടെന്നെങ്കിലും പൊസിഷൻ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ പതുക്കെ എഴുന്നേൽക്കാൻ പറയുക. കാരണം നൈട്രോഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഡിസ്നസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ മെഡിസിൻ ഫോട്ടോ സെൻസിറ്റീവ് മെഡിസിൻ ആണ്, അതുകൊണ്ട് സ്റ്റോർ ഇൻ ഡാർക്ക് ഗ്ലാസ് കണ്ടെയ്നർ ഇൻ കൂൾ പ്ലേസ്. ലേബൽ ബോട്ടിൽ വെൻ ഓപ്പണിംഗ്. ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ലേബൽ ചെയ്യുക. ഡിസ്കാർഡ് ആഫ്റ്റർ 3 മന്ത്സ്. 3 മാസം കഴിയുമ്പോൾ അത് ഡിസ്കാർഡ് ചെയ്യുക. ഹെഡേക്ക് കോമൺ അറ്റ് ഫസ്റ്റ്, യൂഷ്വലി ഡിസപ്പിയേഴ്സ് വിത്ത് ലോങ് ടൈം യൂസ്. ആദ്യം യൂസ് ചെയ്യുമ്പോഴത്തേന് ഹെഡേക്ക് ഉണ്ടാവും, പിന്നീട് ലോങ് ടൈം യൂസ് ചെയ്യുമ്പോഴത്തേന് ഹെഡേക്ക് യൂഷ്വലി ഡിസപ്പിയർ ആവുന്നു. കീപ്പ് എ ഡയറി ഓഫ് ആൻജൈന അറ്റാക്സ് ആൻഡ് ഡോസസ് ടേക്കൺ. ആൻജൈന എപ്പോഴൊക്കെ ഉണ്ടായി, അതല്ലെങ്കിൽ ഡോസസ്
എത്ര ഡോസ് എടുത്തെന്നുള്ള ഡയറി അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. ഇത്രയാണ് പേഷ്യന്റിന്റെ ഡിസ്ചാർജ് ടീച്ചിങ്. ഇത്രയാണ് നൈട്രോഗ്ലിസറിൻ. നൈട്രോഗ്ലിസറിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വാസോ ഡയലേറ്റർ ആണ്. ആൻജൈന പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ്. അതുപോലെ ഇത് ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറയ്ക്കുന്നു. മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ബ്രേഡിക്കാർഡിയ ഉണ്ട്, ഹെഡേക്ക് ഉണ്ട്, അതുപോലെ ഹൈപ്പോടെൻഷനും ഡിസ്നെസ്സും ഉണ്ടാക്കുന്നു. ഇനി നൈട്രോഗ്ലിസറിന് സബ്ലിംഗൽ ടാബ്ലറ്റ് ആണെങ്കിൽ 3 ഡോസസ് ആണ്. 5 മിനിറ്റ് കൂടുമ്പോൾ എടുത്ത് 50 മിനിറ്റ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ചെസ്റ്റ് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നൈട്രോഗ്ലിസറിന്റെ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ പാച്ചസ് ഉണ്ട്. പാച്ചസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 12 മണിക്കൂർ ഒരു പാച്ച് യൂസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് 12 മണിക്കൂറത്തേക്ക് അത് റിമൂവ് ചെയ്തിട്ട് 12 മണിക്കൂർ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ പിന്നെ ഓയിൽമെന്റ് ആണെങ്കിൽ നമ്മൾ ഹെയർലെസ് അല്ലെങ്കിൽ ഷേവ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ വേണം അപ്ലൈ ചെയ്യാൻ. IV ആണെങ്കിൽ ഹീമോഡൈനാമിക്കലി എപ്പോഴും പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുക. അതുപോലെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ഇതൊരു ഫോട്ടോ സെൻസിറ്റിവിറ്റി മെഡിസിൻ ആയതുകൊണ്ട് എപ്പോഴും ഗ്ലാസ് കണ്ടെയ്നറിൽ കൂളായിട്ടുള്ള ഒരു ഏരിയയിൽ വേണം കീപ്പ് ചെയ്യാൻ വേണ്ടി. പേഷ്യന്റിന് പിന്നെ ടീച്ച് ചെയ്യുക. എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ പതുക്കെ എഴുന്നേൽക്കുക, കാരണം പേഷ്യന്റിന് ഡിസ്നെസ് ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനി മെഡിസിൻ 3 മാസത്തേക്കാണ് യൂസ് ചെയ്യേണ്ടത്. 3 മാസം കഴിഞ്ഞ് ഡിസ്കാർഡ് ചെയ്യുക. അതുപോലെ ആൻജൈന അറ്റാക്കുകൾ മെഡിസിൻ എപ്പോഴൊക്കെ എടുത്തെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇത്രയാണ് നൈട്രോഗ്ലിസറിൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. കൂടുതൽ നഴ്സിംഗ് എക്സാംസിന്റെ ടിപ്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.